പ്രൈസ് ലോർഡ്. കേൾക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ വൈകുന്നേരം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും ഒക്കെ കർത്താവ് നമുക്ക് ഇടയാക്കി തീർത്തോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പ്രിയ കർത്താവിന്റെ ദാസൻ സജിപാസനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നീണ്ട 10-12 വർഷങ്ങളായിട്ടുള്ള സ്നേഹബന്ധത്തിനും എല്ലാ ആത്മീയ കൂട്ടായ്മയ്ക്കുമായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇന്ന് വൈകുന്നേരം ഈ കൂട്ടായ്മയിൽ നിങ്ങളോടൊപ്പം ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം ഒരു അവസരം തന്നതിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി കരയേറ്റുന്നു. വളരെ പെട്ടെന്ന് സമയം പരിമിതമായതുകൊണ്ട് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 22, 23, 24 വാക്യങ്ങൾ വായിക്കും. മർക്കോസിന്റെ സുവിശേഷം എന്നോടൊന്ന് പറഞ്ഞേരേ. 11-ാം അധ്യായത്തിന്റെ വാക്യം ഏതാ? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മർക്കോസ് 11-ന്റെ 22, 23, 24. 11, 21, 22, 23 വാക്യങ്ങൾ. 21 മുതലല്ലേ? അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, അതല്ലേ? അതെ അതെ. റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പീൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾ ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളെയും ക്ഷമിക്കയില്ല. ആമേൻ. നമുക്കറിയാവുന്ന വേദഭാഗമാണിത്. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് പരിചിതമാണ്. യേശു അത്തിയെ ശപിക്കുന്നു. അവര് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും പത്രോസ് കാണുന്ന കാഴ്ച അത്തി വേരോടെ ഉണങ്ങി നിൽക്കുന്നു. ഇത് കണ്ടിട്ട് പത്രോസ് പറയുകയാണ്, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും, നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ചെയ്തതുപോലെ നിങ്ങൾ പറഞ്ഞാലും ചിലത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് യേശു അവരോട് സംസാരിക്കുകയാണ്. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. എന്നിട്ട് അടുത്ത വാക്യമാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചെന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. ഞാനിന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്ന മനുഷ്യരാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ തന്നെ അത്ഭുതമാണ്. അത്ഭുതങ്ങളിൽ വിശ്വസിക്കാത്ത ഒരാളിന് ക്രിസ്തീയ വിശ്വാസത്തിൽ തുടരുക തന്നെ അസാധ്യമാണ്. കാരണം ക്രിസ്തീയ വിശ്വാസത്തിന്റെ ബേസ്മെന്റ് എന്ന് പറയുന്നത്, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത്ഭുതമാണ്. പുരുഷനെ കൂടാതെ ഒരു സ്ത്രീ പ്രസവിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പുരുഷനെ കൂടാതെ, ഒരു കാരണമില്ലാതെ, സയൻസിന് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത നിലയിൽ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ നിന്നൊരു കുഞ്ഞു പുറത്തു വന്നെന്നും 33 തിരുവയസ്സിൽ അവിടുന്ന് മാനവകുലത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചെന്നും എല്ലാവരുടെയും, എല്ലാ മഹാന്മാരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ അവിടുത്തെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. ആ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന്
ഈ രണ്ട് കാര്യങ്ങളിലാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ. മരിച്ചയാൾ ഉയർത്തെഴുന്നേറ്റു, പുരുഷനെ കൂടാതെ ഒരു സ്ത്രീ പ്രസവിച്ചു. ഈ രണ്ട് വിശ്വാസങ്ങൾ ആ, വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്ത്യാനിയായിട്ട് തുടരാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവരുടെ ജീവിതം തന്നെ ഒരു അത്ഭുതമാണ്. ഏഹ് അപ്പം എന്റെ ഈ ദിവസങ്ങൾ ഇന്ന് ദേവദാസൻ ശുശ്രൂഷിച്ചപ്പോൾ തന്നെ പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നന്ദിയുള്ള ഹൃദയം ഉണ്ടാകണം. നമുക്ക് സ്വയമായിട്ട് നമ്മളോട് നമ്മൾ സംസാരിക്കുമ്പം ദൈവത്തിന് നന്ദി കരയറ്റാൻ നമുക്ക് കഴിയണം എന്നൊക്കെയുള്ള വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, ആ, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അത്ഭുതങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നിന്നാണ് അത് ആരംഭിക്കേണ്ടത്. ഈ ഒരു ഭാഗത്ത് യേശുക്രിസ്തു വളരെ മനോഹരമായ രീതിയിൽ അത് അവിടെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്ഭുതം ആരംഭിക്കണമെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കണം. ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കണം. നമ്മൾ ആ ഭാഗത്തേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിപ്പോയി ദൈവവചനം ഒന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോവാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവവചനം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, അത്ഭുതങ്ങളുടെ ഗർഭപാത്രം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയത്തിൽ കൺസീവ് ചെയ്യാത്ത ഒരത്ഭുതങ്ങളെയും നമുക്ക് പ്രസവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് ഈ ദൈവവചനം കേട്ടുകൊണ്ട് അത്ഭുതങ്ങളെ ഉള്ളത്തിൽ ഗർഭം ധരിക്കാനും അതിനെ പ്രസവിക്കാനും കഴിയുന്ന രീതിയിൽ ചില ഭവനങ്ങളെ, വ്യക്തികളെ, സഭയെ പരിശുദ്ധാത്മാവിന്റെ രാത്രിയിൽ ഒരുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കുട്ടിക്കാലം മുതൽ എന്റെ പിതാവ് ഒരു ബ്രദറൻ വിശ്വാസത്തിലുള്ള ആളായിരുന്നു. എന്റെ മമ്മി ഒരു യാക്കോബക്കാരിയായിരുന്നു. എന്റെ മമ്മി ആണ് ആദ്യമായിട്ട് വിശ്വാസത്തിൽ വരുന്നത്. അതിനുശേഷം പിതാവ് വന്നു. എന്റെ പപ്പ ബൈബിൾ കോളേജിൽ, ബത്തേൽ AG പുനലൂർ ബൈബിൾ കോളേജിൽ പഠിച്ച് ദൈവവചനം അഭ്യസിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ചെറുതാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, എന്റെ അനിയൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ ആ ചെറിയ പ്രായം മുതലേ പപ്പയും മമ്മിയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെട്ട ഒരുപാട് അത്ഭുതങ്ങൾ, ഇന്ന് വരെയും ഒത്തിരി അത്ഭുതങ്ങൾ, ഈ കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്ന് ഓരോ നിമിഷവും അറിയാൻ കഴിയുന്ന, സയൻസിന് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് അത്ഭുതങ്ങൾ ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നിട്ടുണ്ട്. ഇന്നും അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് നിരീശ്വരവാദം ഒരു സ്റ്റൈലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം അതറിയാം. ആളുകൾ ഒരു സ്റ്റൈലായിട്ട് ദൈവമില്ല എന്ന് പറയുകയും അത്ഭുതങ്ങളെ അവഗണിക്കുകയും ആത്മീക ശുശ്രൂഷകളെ കളിയാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ദൈവിക പ്രവർത്തികൾക്ക് ഒരു വലിയ വില കൊടുക്കാത്ത, ദൈവം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ അത്ഭുതങ്ങൾ വ്യക്തിപരമായി ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്ത ഒട്ടേറെ പേരെ ഞാൻ കാണാറുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ലോജിക്കൽ ഫെയ്ത്തും ബൈബിൾ ഫെയ്ത്തും തമ്മിലുള്ള ഒരു വ്യത്യാസവും ദൈവം എങ്ങനെ അത്ഭുതം ചെയ്യുന്നതെന്ന് നമ്മൾ ഒരുമിച്ച് ഒന്ന് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുകയും അടുത്ത തലമുറ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കണ്ടിട്ട് അവരും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു വലിയ ആഴം തുറക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്റെ സ്വാതന്ത്ര്യം, എന്റെ ലോകം എന്നൊക്കെ പറയുന്ന, മൈ റൂൾ മൈ വേൾഡ് എന്നൊക്കെ പറയുന്ന ഒരു വല്ലാത്ത ലോകത്ത് ദൈവവചനത്തെയും അതിന്റെ ആധികാരികതയും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ അകത്തൂടെ അടുത്ത തലമുറകൾ കാണട്ടെ. അതൊരു ഫിലോസഫി ആയോ അതൊരു തത്വമായിട്ടോ ആശയമായിട്ടോ ഒക്കെ മനസ്സിലാക്കുന്നതിനേക്കാൾ അപ്പുറമായി നമ്മുടെ കർത്താവ് എങ്ങനെ അത്ഭുതം ചെയ്യുന്നതെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണത്തക്ക നിലയിൽ, തലമുറകൾ കാണത്തക്ക നിലയിൽ, സഭകൾ കാണത്തക്ക നിലയിൽ വലിയ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുവാൻ ഇന്ന് രാത്രി കൂട്ടായ്മ ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വേദഭാഗത്തിന്റെ ആഴങ്ങളിലേക്ക് ഇന്ന് പോകാനായിട്ട് പോവുകയാണ്. നമുക്ക് നോക്കാം ആ വാക്യത്തിന്റെ ചില ഭാഗങ്ങളിലോട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന്റെ 24ാം വാക്യത്തിൽ നോക്കിക്കേ, അതിങ്ങനെ വായിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വീണ്ടും നിങ്ങളുടെ നോക്കണേ വാക്യം. ബൈബിൾ നോക്കാൻ ആർക്കെങ്കിലും കഴിയുന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. 24ാം വാക്യം ഇങ്ങനെയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചെന്ന് വിശ്വസിക്കണം. ലഭിച്ചു എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. അവിടുത്തെ വേർഡ് പ്ലേ നോക്കിക്കോണം. ലഭിച്ചെന്ന് വിശ്വസിച്ചാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ ആദ്യം എന്തോ ചെയ്യണം? ലഭിക്കണം. ലഭിച്ചു എന്ന് വിശ്വസിക്കുമ്പോഴാണ് അതുണ്ടാകുന്നത്.
ഏത് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ലഭിക്കേണ്ടത് എവിടെയാണ്? ലഭിച്ചെന്ന് വിശ്വസിക്കാൻ പറയുന്നു. അപ്പോൾ ആദ്യം ലഭിക്കേണ്ടത് എവിടാണ്? ആദ്യം ലഭിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ ലഭിച്ചാൽ മാത്രമേ നമ്മുടെ കൈകളിൽ അത് കിട്ടത്തുള്ളൂ. ആദ്യം ഒരു പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുന്നത് കൈകളിലല്ല. ആദ്യം പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കേണ്ടത് ഹാർട്ടിനകത്താണ്. ഹൃദയത്തിനകത്ത് ലഭിക്കുമ്പോഴാണ് അത് അതിന്റെ ക്രിയേറ്റീവായിട്ടുള്ളൊരു മിറക്കിൾ നമ്മുടെ വീടിന്റെ അകത്ത്, നമ്മുടെ ശരീരത്തിന്റെ അകത്ത്, നമ്മുടെ തലമുറകളുടെ അകത്തൊക്കെ നമുക്കത് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രാർത്ഥനകളുടെ മറുപടി നമ്മുടെ അകത്ത് കിട്ടുന്നില്ല, ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആശയക്കുഴപ്പത്തിലാണ്. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ? നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മടുത്തു പോകുന്നു, പ്രാർത്ഥിച്ചിട്ട് നിരാശപ്പെട്ടു പോകുന്നു, പ്രാർത്ഥിച്ച് തളർന്നു പോകുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഒരുമിച്ച് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ഹൃദയങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ചിലത് തരാനായിട്ട് പോവാണ്. അത് ഹൃദയത്തിൽ കിട്ടിയാലേ വെളിയിൽ ഉണ്ടാകത്തുള്ളൂ. വേണം നിങ്ങൾക്ക് ആ വാക്യം ഒന്നും കൂടെ നോക്കാം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കണം. യാചിക്കുന്നതൊക്കെയും ലഭിച്ചെന്ന് വിശ്വസിക്കണം. എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതിന് തൊട്ട് മുകളിലെ വാക്യത്തിൽ ഒരു ഭാഗം പറഞ്ഞിട്ടാ. തൊട്ട് മുകളിലത്തെ വാക്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഹൃദയത്തിൽ സംശയിക്കരുത്. ഹൃദയത്തിന്റെ അകത്ത് മല മാറേണ്ടത് കണ്ണിന്റെ മുൻപിലല്ല, മല മാറേണ്ടത് ഹാർട്ടിനകത്താണ്. ഹൃദയത്തിൽ ലഭിക്കാത്തതൊന്നും വെളിയിൽ സംഭവിക്കില്ല. ഇന്ന് രാത്രിയിൽ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഒരുപാട് ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ, ഒത്തിരി ആൻസൈറ്റികൾ, എന്തൊക്കെയോ നമ്മുടെ ഹാർട്ടിനകത്ത് കയറ്റി ഹൃദയം മുഴുവൻ കലക്കി മറച്ചു വെച്ചിരിക്കുകയാണ്. ഒരു മിറക്കിളിനെ റിസീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ഒരു ദൈവപ്രവൃത്തിയെ ഗർഭം ധരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഹൃദയത്തെ ആക്കിക്കുന്ന അസ്വസ്ഥതകളുടെ അകത്ത് ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളം കലങ്ങിയ അനുഭവങ്ങൾ മാറ്റുന്നു. ചില പ്രാർത്ഥനയുടെ മറുപടികൾ ഹൃദയത്തിന്റെ അകത്ത് ലഭിക്കുകയും അത് നിങ്ങൾ ആയിരിക്കുന്ന രാജ്യത്തിൽ നിങ്ങളുടെ പെട്ടെന്ന് വെളിപ്പെടേണ്ട മേഖലകളുടെ അകത്ത് ഇന്ന് രാത്രിയിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് അസാധാരണമായത് ചെയ്യുന്ന ഒരു രാത്രിയായിട്ട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ പെട്ടെന്ന് വായിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. കാരണം ഈ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ട സ്ഥലം നമ്മുടെ ഹൃദയമാണ്. ഇവിടെ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. ഹൃദയത്തിൽ ലഭിച്ചാൽ വെളിയിൽ അതുണ്ടാകും. ഹൃദയത്തിൽ സംശയിക്കാതെ നമ്മൾ അതിനെ സ്വീകരിച്ചാൽ മലയോട് മാറാൻ പറഞ്ഞാൽ മല പോലും മാറിപ്പോകും, ഇല്ലേ? നമ്മുടെ വിശ്വാസം നമ്മൾ ആരംഭിച്ചത് എവിടാണ്? റോമർ 10 നമുക്കറിയാം. റോമർ 10:10 പറയുന്നു, ഹൃദയത്തിൽ വിശ്വസിച്ചും കൊണ്ട് രക്ഷയ്ക്കായി ഹൃദയത്തിൽ വിശ്വസിക്കുകയും, ഇല്ലേ, നീതിക്കായി വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. രക്ഷയ്ക്കായി വായു കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഹാർട്ടും വായും ഇത് രണ്ടും കൂടെ കണക്ട് ആയപ്പോഴാണ് നമ്മുടെ രക്ഷയെ നമ്മൾ ഏറ്റുപറയുകയും നമ്മളത് സ്വീകരിക്കുകയും ചെയ്തത്. ഇതുപോലെ നമ്മുടെ അത്ഭുതങ്ങൾ മുഴുവൻ ജീവിതത്തിൽ നടക്കുന്നത് ഹൃദയത്തിന്റെ അകത്ത് സ്വീകരിക്കുകയും നമ്മുടെ വാ തുറന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് അത്ഭുതങ്ങളുടെ അസാധാരണമായ അന്തരീക്ഷം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഒരു വേദഭാഗത്തിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് പ്രവേശിക്കാം. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാം, സമയം പരിമിതമായതുകൊണ്ട്. സദൃശവാക്യങ്ങൾ 4:23 പ്രൊവേർബ്സ് ചാപ്റ്റർ 4:23. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. എങ്ങനെ? സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ സൂക്ഷിക്കണം. എന്താ കാര്യം? ജീവന്റെ ഉറവ അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ ഹാർട്ടിന്റെ അകത്ത് നിന്നാണ്, ഹൃദയത്തിന്റെ അകത്ത് നിന്നാണ് ജീവന്റെ ഉറവ പുറപ്പെടുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഇന്ന് രാത്രിയിൽ ഒരു ദൈവിക സ്പർശം ഉണ്ടായാൽ അടയപ്പെട്ട ഉറവകൾ തുറക്കപ്പെടും. അസാധാരണമായ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യാൻ തുടങ്ങും.
എന്നാൽ എന്തോ സംഭവിക്കുന്നത്, നമ്മുടെ ഹാർട്ടിനെ നമ്മൾ ഗാർഡ് ചെയ്യാനുകൊണ്ട്, നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കാഞ്ഞതുകൊണ്ട് ഒരു ഡസ്റ്റ്ബിന് പോലെ ആവശ്യമില്ലാത്തതെല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മുടെ ഹൃദയത്തിനകത്തിട്ടു. അങ്ങനെ ഉള്ള മാലിന്യങ്ങളെല്ലാം കൂടെ കൊണ്ടിടാനുള്ള സ്ഥലമല്ല നമ്മുടെ ഹൃദയം. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഒന്ന് രണ്ടുപേരെ വീഡിയോ ഓണാക്കിയിട്ടുള്ളൂ, ഒന്ന് രണ്ടുപേരെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്കറിയാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവര് പ്രായം ചെന്നവരുണ്ടായിരിക്കും. അവർക്ക് ഈ പണ്ട് കാലങ്ങളിൽ തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബുക്ക്ലെറ്റ് ഉണ്ടായിരുന്നു, ചെറിയൊരു. അത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പഴയ ആളുകൾക്ക് അറിയാം തമ്പിയുടെ ഹൃദയം. അപ്പം അതിനകത്തൊരു ഹാർട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അത് ക്ലീൻ ആവുന്നതും അതിനകത്ത് ഓരോന്ന് വന്നിരിക്കുന്നതും ഒക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പം ഇതുപോലെ ഈ നമ്മുടെ ഹാർട്ട് നമ്മള് ആവശ്യമില്ലാത്തതെല്ലാം കൊണ്ടിടാൻ വേണ്ടി തുറന്നു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജീവന്റെ ഉറവയെ അത് തടയും. അത്ഭുതങ്ങളെ ഗർഭം ധരിക്കേണ്ട സ്ഥലമാണ് ഹൃദയം, ഇല്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം അവരുടെ നമുക്ക് എന്നാ ചെയ്യാനാ? നമ്മുടെ വീട്ടിലെ ന്യൂസ് പേപ്പർ രാവിലെ എഴുന്നേറ്റ് തുറക്കുന്നുണ്ട്, അതിനകത്ത് എന്തുവാ കാണുന്നേ? ഫസ്റ്റിലെ കാണുന്ന എന്തുവാ? ആത്മഹത്യ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത്. സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന് പറഞ്ഞൊരു ഒരു മനുഷ്യനുണ്ടായിരുന്നു, അനേക ആളുകളെ ഉയർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു അനുഗ്രഹീതനായ ദേവദാസന്. അദ്ദേഹം ഒരിക്കൽ ഓഫീസിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്ന ഒരാളുടെ കയ്യിൽ ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പുറത്ത് നിൽക്കാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ കാര്യം? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ പേപ്പർ ന്യൂസ് പേപ്പർ അല്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ. ഇന്നലെ രാത്രിയിൽ ഈ നാട്ടിൽ പിശാച് കാണിച്ചത് മുഴുവൻ എഴുതിയ പേപ്പറല്ലേ നിന്റെ കയ്യിലിരിക്കുന്നേ, അതുകൊണ്ട് നീ എന്തിനാ എന്റെ ഓഫീസിൽ കയറിയത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കിയതായിട്ട് ഞാനിങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, രാഷ്ട്രീയക്കാരുടെ കാര്യം, വൈകുന്നേരം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് TV ഓൺ ചെയ്ത് എന്തോ കേൾക്കുന്നേ? രാവിലെ എഴുന്നേക്കുന്നുണ്ട്, നമ്മുടെ മൊബൈലിനകത്ത് നമ്മൾ റീൽസിൽ കാണുന്ന എന്തുവാ? അപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ കേട്ടിട്ട് ഇല്ലേ, പിന്നെ അവിടുത്തെ ആളിന്റെ കാര്യം, 10 ഫ്ലാറ്റിന്റെ അപ്പുറത്തുള്ള ആളുടെ കാര്യം, നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന 5 വീടിന്റെ അപ്പുറത്തുള്ള ആളിന്റെ കാര്യം, ഈ കാര്യം എല്ലാം കൂടെ കേട്ടിട്ട് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടിട്ടിട്ട് നമ്മുടെ ഹാർട്ടിനെ എന്തിനാ വേസ്റ്റ് ബിന്നാക്കുന്നേ? സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കാൻ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുക. കാരണം അത്ഭുതത്തെ ഗർഭം ധരിക്കുന്ന സ്ഥലം ഹൃദയമാണ്. ഹൃദയത്തിൽ ലഭിക്കാത്തതൊന്നും വെളിയിൽ വെളിപ്പെട്ടു വരത്തില്ല. ഇനി ഒന്നും കൂടെ കയറി ഞാൻ പറഞ്ഞാൽ, പുതിയ നിയമത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം നോക്കുന്നത് ഹാർട്ടാണ്. ഈ പഴയ നിയമത്തിനകത്ത് വ്യഭിചാരകർമ്മം ചെയ്താലേ വ്യഭിചാരിയാവത്തുള്ളൂ. ഒരാളെ കുത്തി അദ്ദേഹത്തിന്റെ രക്തം വാർന്ന് താഴെ വീണ് രക്തം പോയാലേ അദ്ദേഹം കൊലപാതകനാകത്തുള്ളൂ. പക്ഷെ പുതിയ നിയമത്തിൽ കർത്താവ് നോക്കുന്നത് ഹാർട്ടാണ്. കാരണം ഹാർട്ടിനകത്ത് നടക്കുന്നത് റിയലായിട്ടാണ് സ്വർഗം അംഗീകരിക്കുന്നത്. നീ ഹൃദയത്തിൽ വിചാരിച്ചാൽ നീ വ്യഭിചാരം ചെയ്തു എന്നാണ്, നീ ഹൃദയത്തിൽ ചിന്തിച്ചാൽ നീ കൊലപാതകനായെന്ന്. കാരണം ഇന്ന് പുതിയ നിയമത്തിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഈ മാനസാന്തരപ്പെടൂ അല്ലെങ്കിൽ മൈൻഡിനെ റിന്യൂ ചെയ്യൂ എന്നൊക്കെ പറയാനുള്ള കാര്യം. ദൈവം ഇന്ന് നോക്കുന്നത് നമ്മുടെ പുതിയ നിയമത്തിനകത്ത് ഹാർട്ടാണ് ദൈവത്തിന് മുമ്പിൽ റിയൽ ആയിട്ടുള്ള ലോകം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഉടനെ നമ്മൾ ഒരുപാട് വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താ പലതും നടക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ കലങ്ങി മറിഞ്ഞ് ദൈവാത്മാവിന്റെ ശബ്ദത്തെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ, ആ ലിപികളെ വായിക്കാൻ പറ്റാത്ത നിലയിൽ മനസ്സിങ്ങനെ ഇളകി മറിഞ്ഞു കിടക്കുകയാണ്. പക്ഷെ ഇന്ന് ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില ഹാർട്ടിനെ ഹീൽ ചെയ്യാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുക. നിങ്ങൾ ഈ വാക്യം വായിച്ചു വന്നപ്പോൾ ശ്രദ്ധിച്ചു കാണും. ഒരു അത്തിയുടെ കാര്യം പറഞ്ഞതാ, പക്ഷെ യേശു പറഞ്ഞ് എവിടം വരെയാ വന്നതെന്ന് അറിയാമോ? എടാ, ഞാൻ പറഞ്ഞത് നീ പറഞ്ഞാൽ സംഭവിക്കും. ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോകാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. നിന്റെ ഹൃദയത്തിൽ നീ പ്രാർത്ഥിക്കുന്നതിന്റെ മറുപടി നിന്റെ ഹൃദയത്തിൽ ലഭിച്ചാൽ അത് അങ്ങനെ തന്നെ ഉണ്ടാകും. നിങ്ങൾ തൊട്ടടുത്ത് പറയുക, നീ ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ ക്ഷമിക്കത്തില്ല. അവിടെ നിന്ന് ക്ഷമയുടെ കാര്യം പറയുന്നേ. അപ്പം ഈ ഹാർട്ടിനകത്ത്, ഹൃദയത്തിനകത്ത് ചില വ്യക്തികളോട് ക്ഷമിക്കാൻ പറ്റാത്തത് നമ്മൾ വെച്ചിട്ട് നമ്മൾ എത്ര കൽപ്പിച്ചാലും മാറും. നമ്മൾ എന്തെല്ലാം ചെയ്താൽ മാറും. അപ്പം അതൊരു കണക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു പാരഗ്രാഫായിട്ട് പോകുന്ന കാര്യമാണ്. യേശു ഒരു കാര്യം പറഞ്ഞു പോവാ. അപ്പൊ അവിടെ പറയുക, ഹൃദയം ഒന്ന് ഓക്കെ ആയാൽ, ഹാർട്ട് ഒന്ന് ശരിയായാൽ, ഹല്ലേലൂയ, അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന്. ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ
ഏറ്റവും വിലയേറിയതായിട്ട് കാണുന്നത് എന്താണെന്നറിയാമോ? 1 പത്രോസ് 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. സൗമ്യതയും സാവധാനതയും ഉള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. അപ്പം സ്വർഗത്തിലെ ദൈവത്തിന്റെ മുൻപിൽ വിലയേറിയത് എന്താന്ന് ചോദിച്ചാൽ പുറമേ നമ്മൾ ഒരുങ്ങുന്നതൊന്നുമല്ല. ദൈവം നോക്കുന്നത് ഹാർട്ടാണ്. ദൈവം നോക്കുന്നത് ഹൃദയമാണ്. അത് ദൈവത്തിന്റെ സന്നിധിയിൽ വിലയേറിയതാണ്. അത്ഭുതങ്ങളെ പ്രസവിക്കുന്ന സ്ഥലമാണ് ഹാർട്ട്. ഹാർട്ട് ഓക്കെ ആയാലേ ദൈവപ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. അതുകൊണ്ടാണ് 12 പറയുന്നത്, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ റിന്യൂ ചെയ്താൽ ഈ ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾ പ്രൂവ് ചെയ്യൂന്ന് ദൈവത്തിന്റെ ഹിതം എന്താ. ഇംഗ്ലീഷിലാ കുറച്ചുകൂടെ മനോഹരമായിട്ട് അത് കിടക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊന്ന് പുതുക്കിയാൽ നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ മുമ്പിൽ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവത്തിന്റെ ഹിതം എന്താന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന്. നിങ്ങൾ ഈ ലോകക്കാരെ പോലെ ആവരുത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുമ്പം നിങ്ങളുടെ ഹാർട്ട് നിങ്ങൾ ഈ ലോകക്കാരനെ പോലെ ആക്കരുത്. ദൈവത്തിന്റെ പദ്ധതി വേറെയാണ്. ദൈവത്തിന്റെ ഇഷ്ടം വേറെയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ രീതി വേറെ. അത് ലോകത്തിന്റെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടാ ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. അപ്പം ഇവിടെ ആവശ്യം എന്തുവാണ്? നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ സൂക്ഷിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഈ സൂക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിലുള്ള പ്രശ്നം എന്തെന്ന് അറിയാമോ? നമ്മൾ എടുക്കുന്ന ഡിസിഷൻ മേക്കിങ്ങിനകത്ത് ഇത് കാര്യമായ രീതിയിൽ ഇത് ബാധിക്കും. നമുക്കറിയാം 12 പേര് കനാൻ നാട് ഉറ്റുനോക്കാനായിട്ട് പോയി. ഉറ്റുനോക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് 10 പേര് പറയുന്ന മറുപടി ഇങ്ങനെയാണ്: അയ്യോ, ദേശം കാണാൻ വളരെ മനോഹരമാണ്, പക്ഷേ ആ ദേശം നമുക്ക് കൈവശമാക്കാൻ പറ്റില്ല. കാരണം അവിടെ അനാക്യ മല്ലന്മാരുണ്ട്. അവരുടെ കരുത്ത് ഭയങ്കരമാണ്, ശക്തി ഭയങ്കരമാണ്. അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വെട്ടുക്കിളിയെ പോലെ തോന്നി. ഈ തോന്നുന്നത് എവിടാ? ഹാർട്ടിനകത്ത്. അപ്പൊ ഹാർട്ടിനകത്ത് വന്ന ഇമാജിനേഷൻ അവർക്ക് എന്തുവാ അവർ ഇമാജിൻ ചെയ്ത് എന്തുവാ ഹാർട്ടിനകത്ത്? അവര് വെട്ടുക്കിളിയും തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവർ ശക്തന്മാരും. ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വെട്ടുക്കിളിയെ പോലെ തോന്നി. അവർ അനാക്യ മല്ലന്മാർ, ഞങ്ങൾക്ക് ദേശം കൈവശമാക്കാൻ പറ്റില്ല. പക്ഷെ യോശുവയും കാലേബും പറഞ്ഞത് എന്താണെന്നറിയാമോ? ദൈവം വാഗ്ദത്തം തരുമെന്ന് പറഞ്ഞ ദേശം നമ്മൾ അതിനെ കൈവശമാക്കും. അവരുടെ തലയ്ക്കകത്ത് കിടക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. അവര് കാണുന്നത് അവരുടെ കഴിവിലൂടല്ല, അവര് കാണുന്നത് വചനത്തിനകത്തൂടാണ് വിഷയങ്ങളെ കാണുന്നത്. ഇന്ന് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നലല്ല ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. എത്രയോ ആത്മീക സന്ദേശങ്ങൾ കേട്ടു, എത്രയോ പ്രവചനങ്ങൾ കേട്ടു, എത്രയോ വാഗ്ദത്തങ്ങളുടെ കൈമാറ്റം ഉണ്ടായി. പക്ഷെ ഇപ്പോഴും അയ്യോ, കഴിഞ്ഞു, തീർന്നു, അവസാനിച്ചു. ഹൃദയത്തിനകത്ത് മുഴുവൻ നിരാശയും പേറി, അസമാധാനവും പേറി, അശാന്തിയും പേറി. അങ്ങനെ കഴിയാനല്ല ഈ ക്രിസ്തീയ ജീവിതത്തിനകത്തേക്ക് കർത്താവ് വിളിച്ചത്. യേശുവിന്റെ രക്തം കൊണ്ട് നിങ്ങളെ വീണ്ടെടുത്തത് ഈ ഒരു മനോഭാവത്തിൽ തുടരാൻ വേണ്ടിയിട്ടല്ല. തോന്നലല്ല ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ദൈവ വചനത്തിന്റെ അകത്തൂടെ വിഷയങ്ങളെ ഫിൽട്ടർ ചെയ്ത് കാണാൻ നമ്മുടെ ഹൃദയത്തെ നമ്മൾ അഭ്യസിപ്പിക്കാൻ തുടങ്ങിയാൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മുടെ ഹാർട്ടിനകത്ത് ഒരു ഭയങ്കര ഈ സെൽഫ് ടോക്ക് നടക്കുന്നുണ്ട്. ഈ രണ്ടുപേര് സംസാരിക്കുന്ന രീതി, അതിനെക്കുറിച്ച് നേരെ ദിവസം പറഞ്ഞു. മനമേ ഹോവയെ വാഴ്ത്തുക, അതൊരു സ്വയ സംസാരമാണ്. ഈ കോരപുത്രന്മാരൊക്കെ പാടുന്നൊരു പാട്ടുണ്ട്. അവരതിനകത്ത് ഇങ്ങനെ പറയുന്നത്: എന്തിനാ മനസ്സെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത്, ദൈവത്തിൽ നീ പ്രത്യാശ വെക്ക്. എഴുത്തുകാരന്റെ മനസ്സിനോട് സംസാരിക്കുവാണ്, അല്ലേ? നമ്മൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കാറില്ലേ? വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ, അടുക്കള നിൽക്കുമ്പോൾ, ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിനകത്ത് രണ്ടുപേര് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ ഇല്ലേ? ആ കോൺവെർസേഷനകത്ത് എന്തുവാ സംസാരിക്കുന്നേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കഴിഞ്ഞ 1 വീക്ക് എന്തുവായിരുന്നു സംസാരിച്ച്? തീർന്നെന്നോ, നശിച്ചെന്നോ, അവസാനിച്ചെന്നോ? ഹല്ലേലൂയ. ഇങ്ങനെ പോയി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എന്തുവാ, എങ്ങനെയായിരുന്നു ആ സെൽഫ് ടോക്ക് നടന്നുകൊണ്ടിരുന്നേ? ആ സെൽഫ് ടോക്ക് നടന്നപ്പം അകത്ത് നിന്നോണ്ടൊരു ശബ്ദം പറഞ്ഞോ, അവനിൽ പ്രത്യാശ വെക്ക്, നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ ഹല്ലേലൂയ, നിന്റെ കണ്ണുനീർ എന്നും ആഹാരമായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ മനമേ യഹോവയിൽ ആശ്രയിക്കുക, എന്റെ വിശുദ്ധ അന്തരംഗമേ അവനിൽ പ്രത്യാശ വെക്കുക എന്ന് പറയാൻ നമ്മുടെ ഹാർട്ടിനകത്ത് ആ സെൽഫ് ടോക്കിനകത്ത് നടക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ഹൃദയം ഹല്ലേലൂയ എവിടോ നമ്മൾ ഈ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഹാർട്ട് ദൈവമായിട്ടുള്ള കണക്ഷനകത്തുനിന്ന് എവിടോ ഒരു ഡിസ്കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്.
ഇന്നത് മാറണം, ഇന്നത് മാറണം. ഹൃദയത്തിന്റെ അകത്ത് ദൈവാത്മാവിന്റെ ഒരു വലിയ ഇടപെടൽ ഉണ്ടാകണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സ്പർശനം ഉണ്ടാകണം. തോന്നലുകളുടെ അകത്തുനിന്ന് പുറത്തു വരണം. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതേ നടക്കത്തുള്ളൂ വിശ്വസിക്കണം. നിന്റെ മുമ്പിൽ നിൽക്കുന്ന മല നിന്റെ ഹൃദയത്തിന്റെ അകത്ത് മാറിയാൽ, നീ വാ തുറന്ന് പറഞ്ഞാൽ നിന്റെ മുമ്പിൽ അത് മാറിപ്പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഹല്ലേലൂയ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, അസാധാരണമായത് പരിശുദ്ധാത്മാവ് റൂമുകളുടെ അകത്ത്, വീടുകളുടെ അകത്ത് ഇത് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിന്റെ അകത്ത് ഒരു ജയിലറുണ്ട്, കാരാഗ്രഹ പ്രമാണി. ആ മനുഷ്യൻ ഇപ്പോൾ വാൾ ഊരി കഴുത്തെ വെച്ചുകൊണ്ട് നിൽക്കുക. എന്താ കാര്യം എന്നറിയാമോ? കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്ന പൗലോസും ശീലാസും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും രക്ഷപ്പെട്ടെന്ന് ഊഹിച്ചിട്ട്, അവിടുത്തെ പദപ്രയോഗം എങ്ങനെയാണ്? ഊഹിച്ചു. വേറൊരിടത്ത് തോന്നുക, അല്ലേ? ഈ ഊഹവും തോന്നലും ഒന്നുമല്ല ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. അവിടെ പൗലോസ് ശീലാസം പറയും, അയ്യോ നിനക്കെതിരായിട്ട് നീ ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഇല്ലേ? അങ്ങനെ ഒത്തിരി ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഊഹിച്ചിട്ട് മരിക്കാനൊക്കെ പണ്ട് ചിന്തിച്ചവരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. ഇല്ലേ? ഒരു പ്രാവശ്യമെങ്കിലും ജീവിതം മടുത്തു, മരിച്ചാ മതി എന്നൊക്കെ ഊഹിച്ചെങ്കിലും പിന്നീട് ഊഹം തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞവർ ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, തോന്നലും ഊഹവും ഒന്നുമല്ല. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക എന്നുള്ളത്, നിന്റെ കുടുംബത്തിനകത്ത് ദൈവം മഹത്വം വ്യാപരിക്കുക എന്നുള്ളത്, തലമുറ അവൻ നിന്റെ സങ്കേതമായിരുന്നുകൊണ്ട് അല്ലെ കർത്താവിന്റെ വരവ് വരാൻ താമസിച്ചാൽ നിന്റെ തലമുറകളിലൂടെ ദേശങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ കർത്താവിന് ഹിതമുണ്ട്. എന്നാൽ ഇന്ന് നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചില തിരുത്തലുകൾ ഹൃദയങ്ങളുടെ അകത്ത് സംഭവിക്കുമെങ്കിൽ, ക്ഷമിക്കാൻ പറ്റുന്ന ഒരു മനോഭാവം ഉണ്ടാകുമെങ്കിൽ, അസാധാരണമായത് പരിശുദ്ധാത്മാവ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ക്ഷമിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ചെറിയ സാധനങ്ങൾ കൊണ്ടിട്ടിരിക്കുമോ ഹൃദയത്തിനകത്ത്, എന്തൊക്കെയോ ചെറിയ സാധനങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ പഴയ ആളുകളൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ടല്ലോ. നമുക്കറിയാം പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ പഞ്ചായത്ത് കിണറുണ്ടായിരുന്നു. ഈ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, എന്റെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ വലിയ പഞ്ചായത്ത് കിണർ, അതിനകത്ത് ഇങ്ങനെ മേളിൽ കൂടെ കമ്പിയൊക്കെ ഇട്ടിട്ട് അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും പാളയോ ഈ അടി പൊട്ടിയ തൊട്ടിയൊക്കെ ആയിരിക്കും. നമ്മൾ വെള്ളം കോരിഞ്ഞ് മേളിലെടുക്കുമ്പോഴത്തേക്ക് പകുതി കാണുകയില്ല. അങ്ങനെയുള്ള തൊട്ടിയും പഞ്ചായത്ത് കിണറും ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ഇന്ന് ആ പഞ്ചായത്ത് കിണർ എല്ലാം ഉണ്ടോ? നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഒന്ന് പോയി നോക്കണം. പഞ്ചായത്ത് കിണർ അവിടെ ഉണ്ട്. ഈ പഞ്ചായത്ത് കിണറിൽ പറവകളും കുരുവികളും ഒക്കെ ആൽമരത്തിന്റെയും ആഞ്ഞിലിമരത്തിന്റെയും ഒക്കെ കുരു കൊണ്ടിട്ടിട്ട് ഇത് തൊടി കിടന്ന് കിളിച്ച് അത് വളർന്നു വലിയ വൃക്ഷമായിട്ട് അതിനകത്ത് പക്ഷികൾ വന്നിരുന്ന് കാഷ്ടിച്ച്, ഇന്ന് ആ കിണറ്റിലെ വെള്ളം ആരും കുടിക്കാറില്ല. അങ്ങനെ വലിയ മരങ്ങൾ കിണറുകളുടെ അകത്ത് കിളിച്ചു നിപ്പുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? അതിന്റെ മുളയിലെ അത് നുള്ളിക്കളഞ്ഞത് ക്ലീൻ ആക്കാഞ്ഞത് കൊണ്ട് അനേകർക്ക് കുടിക്കേണ്ട പഞ്ചായത്ത് കിണർ ഇന്ന് നഷ്ടമായി പോയി. 1877 ബ്രിട്ടീഷുകാർ പണിഞ്ഞൊരു ഒരു തൂക്കുവാലം ഉണ്ട് ഇവിടെ പുനലൂര്, ഞങ്ങളുടെ നാട്ടിൽ, എന്റെ വീടിന്റെ അടുത്ത. അതിന്റെ മുകളിൽ ഇതേ കണക്ക് പറവയും കുരുവികളും കൊണ്ടിട്ട ആൽമരത്തിന്റെ ഒക്കെ വിത്ത് കാരണം അതിന്റെ മണ്ടയൊക്കെ പൊളിച്ച് ബ്രിട്ടീഷുകാർ പണിതാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതിനെ ശരിക്കും പരിപാലിക്കാൻ എന്നോട് എന്ത് പറ്റിയെന്ന് അറിയാമോ? പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഒരു ചെറിയ വിത്ത്, പറവയോ കുരുവിയോ ഒക്കെ പറന്നു പോയിക്കോട്ടെ നമ്മുടെ തലയുടെ മുകളിലൂടെ, അത് നമ്മുടെ തലയിൽ കൂട് വെക്കുകയോ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് വിത്ത് ഇട്ടിട്ട് അതിനെ കിളിർക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് അതിനെ മുളയിലെ നുള്ളിക്കളയാൻ തയ്യാറായില്ലെങ്കിൽ സംഭവിക്കുന്നത്, നമ്മുടെ ഉള്ളിലാണ് ജീവജലത്തിന്റെ നദി, നമ്മുടെ ഉള്ളിലൂടാണ് അത് ഒഴുകാനുള്ളത്. അതുകൊണ്ട് സകല ജാഗ്രതയോടും കൂടെ നീ ഇതിനെ സൂക്ഷിച്ചില്ലെങ്കിൽ, ക്ഷമിക്കാൻ പറ്റാത്ത വല്ല കയ്പും ഇതിന്റെ അകത്ത് മുളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിനെ മുളയിലെ ഒടിച്ചു കളയാൻ തയ്യാറായില്ലെങ്കിൽ അത് നമ്മുടെ അകത്തുനിന്ന് വളരാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഊഹങ്ങളും തോന്നലുകളുടെ ഒക്കെ അകത്ത് ജീവിക്കേണ്ടി വരും. നമ്മളിങ്ങനെ ഊഹിക്കും, പാസ്റ്റർ മിണ്ടാത്തതിന്റെ കാര്യം എന്താ, മറ്റേ പുള്ളി എന്താ, അങ്ങനെ. പിന്നെ നമുക്ക് തോന്നലുകൾ വരാൻ തുടങ്ങും, നമ്മൾ അസ്യൂം ചെയ്യാൻ തുടങ്ങും, നമ്മുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവും, ദൈവത്തിൽ നിന്നുള്ള നന്മകൾ നമുക്ക് അന്യമായി പോകും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇതിന് എന്തോ കർത്താവ് ഇതിന്റെ റീസൺ ഒന്നുമില്ല. നീ വെറുതെ അസ്യൂം ചെയ്തതാ, നീ വെറുതെ ഓവർ തിങ്ക് ചെയ്തതാ. ഇന്ന് പറ, കർത്താവേ അല്ലെങ്കിൽ ഞാൻ അവരെ ഇവരെ ഒന്നും നോക്കുന്നില്ല, എനിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, എന്റെ ഹൃദയത്തെ നീ ഒന്ന് ശുദ്ധീകരിക്കണമേ. അത്ഭുതങ്ങൾ ലഭിക്കേണ്ടത് എന്റെ ഹൃദയത്തിന്റെ അകത്താണ്, ദൈവപ്രവൃത്തികൾ നടക്കേണ്ടത് എന്റെ ഹൃദയത്തിന്റെ അകത്താണ്. അതുകൊണ്ട് എന്റെ ഹൃദയത്തെ ഒരു വിശുദ്ധീകരണത്തിനായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ഹല്ലേലൂയ. അവിടെയാണ് അത്ഭുതങ്ങൾ ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങൾ അല്ല, കോട്ടകളെ ഇടിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും, ആ വാക്ക് ശ്രദ്ധിച്ചോ, എന്തിനാ ദൈവശക്തി?
അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് വരുന്ന ഇമാജിനേഷനെ, ദൈവത്തിന്റെ അനുസരണത്തിന് വിരോധമായിട്ട് വരുന്ന ഇമാജിനേഷനെ ഞങ്ങൾ ഈ ആത്മാവിന്റെ ശക്തി കൊണ്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തി ഉള്ളവ തന്നെ. അപ്പൊ ഈ കോട്ട എവിടാ? കോട്ട നമ്മുടെ സമ്പത്തിന്റെ ചുറ്റുമാണോ? കോട്ട നമ്മുടെ ആരോഗ്യത്തിന് ചുറ്റുമാണോ? അല്ല. ഈ കോട്ട ഇരിക്കുന്നത് നമ്മുടെ ഹാർട്ടിനകത്താണ്. ഈ കോട്ട പണിയുന്ന മേശരിയുടെ പേര് പിശാചെന്നാണ്. അത് പണിയാൻ വേണ്ടി ഓരോ കട്ടയും ചുമന്നു കൊടുക്കുന്ന മൈക്കാടിന്റെ പേര്, ലേബറിന്റെ പേര് എന്തെന്ന് അറിയാമോ? നമ്മുടെ പേരാണ്. നമ്മളാണ് ഓരോ കട്ട ഇങ്ങനെ ചുമി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് മെപ്പോട്ട് വെച്ചോ, ഇത് വെച്ചോ, ഇങ്ങനെ കോട്ട പണിതുകൊണ്ടിരിക്കുക. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പണിഞ്ഞ് ഉറപ്പിക്കുന്ന പിശാചിന്റെ സകല കോട്ടകളും ഇന്ന് പൊളിഞ്ഞു പോകട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടാതെ, ദൈവമഹത്വം വെളിപ്പെടാതെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹാർട്ടിന്റെ അകത്ത് കൊണ്ടുവച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയാ അവരുടെ കുഴപ്പമോ ഇവരുടെ കുഴപ്പമോ, അച്ഛൻ ശരിയല്ല, പിള്ളേര് ശരിയല്ല, മറ്റവര് ശരിയല്ല, നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയാം. ഇല്ല കർത്താവ്, അതൊന്നും അല്ല. ഇപ്പൊ എനിക്ക് കാര്യം പിടികിട്ടുന്നുണ്ട്. എന്റെ അകത്തൂടായിരുന്നു അത്ഭുതം വെളിപ്പെടേണ്ടത്. പക്ഷെ എന്റെ അകത്ത് എവിടൊക്കെയോ ചില കയ്പുകൾ, ചില ക്ഷമിക്കാൻ പറ്റാത്തത്, ചില തോന്നലുകൾ, ചില ഊഹങ്ങൾ എന്റെ ഹാർട്ടിനകത്ത് കയറിക്കൂടി. അതാണ് പ്രശ്നത്തിന് കാരണമെന്നൊന്ന് സമ്മതിച്ചാൽ ഇന്നൊരു അസാധാരണമായ ആത്മശക്തി വ്യാപരിക്കും. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, ഇത് കോട്ടകളെ ഇടിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ്. ഇതിനാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന സകല ഉയർച്ചകളും യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു പോകട്ടെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ ലഭിച്ചാൽ അത് ഉണ്ടാകും. ഹൃദയത്തിൽ ലഭിച്ചാൽ അത് ഉണ്ടാകും. ഇന്ന് ഹൃദയത്തിനകത്ത് ലഭിക്കത്തക്ക നിലയിൽ ഹാർട്ടിനെ പരിശുദ്ധാത്മാവ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ഒപ്പം ഇരുന്ന് സ്വപ്നം കാണാൻ നമുക്ക് പറ്റട്ടെ. ഞാൻ പറയുന്നത് ഒരു 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 പോസിറ്റീവ് ഇമാജിനേഷൻ നമുക്ക് ഉണ്ടാകട്ടെ. ആമേൻ. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇമാജിനേഷൻ. ഞാൻ പറഞ്ഞത് വെറുതെ ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്തിരുന്ന് കാണുന്ന ഒരു ഫാന്റസി ആയിട്ടുള്ളൊരു കാര്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളൊരു അങ്ങനൊരു കാര്യമല്ല പറയുന്നത്. ദൈവത്തിന്റെ ഒപ്പം സ്വപ്നം കാണാൻ കഴിഞ്ഞാൽ അത് നമുക്കൊരു ഒരു ഭയങ്കര നാവിഗേഷൻ പോലാണ്. ചില വിഷൻസിനെ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം. ആ ദർശനത്തെ നിനക്ക് ഓടിച്ച് വായിക്കാൻ തക്കവണ്ണം ഒരു വിഷൻ ബോർഡിനകത്ത് എഴുതി നിന്റെ റൂമിനകത്ത് നീ സ്റ്റിക്ക് ചെയ്യണം. നീ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കാൻ പോകുമ്പോഴും നിന്റെ ഹൃദയത്തിനകത്ത് ദൈവം എനിക്കിത് തന്നതാ, ഇത് സംഭവിക്കുമെന്ന് നിന്റെ വാ തുറന്ന് നീ പറയണം. നിന്റെ വീട് ഒരു ഭയങ്കര അത്ഭുതമായിട്ട് മാറാൻ തുടങ്ങും. ചില ആളുകൾ ചോദിക്കാറുണ്ട്, പാസ്റ്ററെ ഈ പറഞ്ഞതൊക്കെ കൊള്ളാം, ആഗ്രഹമുണ്ട്, ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യണം, ചില കയ്പുകളുണ്ട്, പക്ഷെ അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക, എങ്ങനെയാണ് ഇതിനെ ഒന്ന് ജയിക്കാൻ പറ്റുന്നത്? എങ്ങനെയാ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നത്? ഹൃദയത്തിന്റെ അകത്ത് ശുദ്ധീകരണം നടക്കുന്നത് ദൈവവചന ധ്യാനത്താലും പ്രാർത്ഥനയാലും നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കർത്താവിന്റെ വചനം വായിക്കുക എന്നുള്ളത്. യോശുവയോടെ കർത്താവ് പറഞ്ഞത്, എന്റെ വചനത്തെ രാപ്പകൽ നീ ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിച്ചാൽ നീ എല്ലായിടത്തും കൃതാർത്ഥനാവും, സക്സസ്ഫുൾ ആവും. ഹല്ലേലൂയ. സാംസ് 1 പറയുന്നത്, കർത്താവിന്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ആശ്ചര്യകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. അപ്പം ഹൃദയത്തിന്റെ അകത്ത് രാവിലെ എഴുന്നേക്കുന്നുണ്ടെ മൊബൈലിന്റെ റീൽസ് നോക്കിയാൽ മെസ്സേജ് എന്തോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളുടെ ന്യൂസ് നോക്കാൻ പോയാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോട്ട് പോയാൽ നമ്മുടെ ഹാർട്ടിനകത്ത് ആദ്യം കിട്ടുന്ന സാധനം അതായിരിക്കും. ഹല്ലേലൂയ. പിന്നെ നമ്മളെ ഒരു ലേസി ആക്കി ഉള്ള പ്രൊക്കാസിനേഷൻ എല്ലാം കൂടെ വന്നിട്ട് ചെയ്യണോ ചെയ്യണ്ടേ, ചെയ്യാൻ പറ്റുമോ, കട്ടിലേ കിടക്കുന്നു, എഴുന്നേക്കാൻ വയ്യ, അയ്യോ വയ്യ, ഇല്ല, ഒരു വല്ലാത്തൊരു മനോഭാവത്തിലേക്ക് നമ്മൾ എത്തും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് കർത്താവിന്റെ വചനത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് വായിക്കുക മാത്രമല്ല, എല്ലാവർക്കും വായിക്കാൻ പറ്റും, ബൈബിൾ കാണാതെ പഠിക്കാൻ പറ്റും, പക്ഷെ മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞ രീതി വേറെയാണ്. ദൈവവചനം വായിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിക്കുക. നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിക്കുന്ന അക്ഷരങ്ങൾ നിങ്ങളെ വായിക്കാൻ തുടങ്ങും. ആ അക്ഷരങ്ങൾ നിങ്ങളുടെ കണ്ണിനകത്തൂടെ നിങ്ങളുടെ രക്തത്തിൽ കയറും, നിങ്ങളുടെ ഹാർട്ടിനകത്ത് കയറും, അസ്ഥിക്കകത്ത് കയറും. അങ്ങനെ വചനത്തിന്റെ ശക്തി വേറൊരു അന്തരീക്ഷത്തിൽ നിങ്ങളുടെ മെഡിറ്റേഷൻ ടൈമിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ദൈവവചനത്തെ ധ്യാനിക്കുന്നവന്റെ ഹൃദയത്തിന്റെ അകത്ത് രൂപാന്തരങ്ങൾ നടക്കും. ഹല്ലേലൂയ.
അവന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. അവന്റെ ഹൃദയത്തിന്റെ അകത്തോട് അത്ഭുതങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇന്ന് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഈ ഒരു നിലയിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു വലിയ വ്യത്യാസം നമ്മുടെ ഇടയിൽ വരുത്താനായിട്ട് ആഗ്രഹിക്കുക. നമ്മുടെ ഉള്ളിലെ ചിത്രങ്ങളെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഈ ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുണ്ട് ഇമേജ്. നമ്മുടെ അകത്ത് ചില ഇമേജിനെ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമോ, അബ്രഹാം പറയുക, കർത്താവേ, എനിക്കൊരു തലമുറയില്ല, എന്റെ സമ്പത്തിന്റെ അവകാശി ആരാന്നറിയാമോ? ഈ ഈ കൂടാരത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് നടക്കുന്ന ഏലയാസറാണ്. ഇല്ലേ? സത്യമാ. അബ്രഹാം കൂടാരത്തിൽ ഇരിക്കുമ്പോ ഏലയാസറിനെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പം ഒരു ദൈവശബ്ദം എന്തെന്നറിയാമോ? അബ്രഹാമേ, വാ, വെളി വാ, നിന്റെ ടെന്റിനകത്തുനിന്ന് നീ പുറത്തു വാ. എന്നിട്ട് പറയാ, നീ തല ഉയർത്തി നോക്ക്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുക, നിങ്ങൾ കാണ്, ആത്മാവിൽ കാണ് ദൈവം എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള കാഴ്ച. കർത്താവ് അവന് കൊടുത്തു. അവനോട് പറയുക, നീ നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണി, ഇതുപോലെ ഞാൻ നിനക്ക് തലമുറയെ തരും. അബ്രഹാമിന്റെ ഉള്ളിലെ ചിത്രം അങ്ങ് മാറി കേട്ടോ. നേരത്തെ ഏലയാസർ ആയിരുന്നെങ്കിൽ ഇപ്പം നക്ഷത്രങ്ങളാണ് ചിത്രം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ചില ഇമേജുകളെ ചേഞ്ച് ചെയ്യാൻ പോവാ, ചില ഇമേജുകളെ ചേഞ്ച് ചെയ്യാൻ പോവാ. യോസഫ് പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോഴും ഹല്ലേലൂയ, പോത്തിഫേറിന്റെ ഭാര്യയുടെ അപവാദ കഥകളും മിസ്രൈമ്യ കച്ചവടക്കാരുടെ ലേലം വിളിയും കാരാഗ്രഹത്തിന്റെ അകത്ത് അധിക്ഷേപങ്ങൾക്കൊന്നും ആ മനുഷ്യനെ ഇല്ലാതാക്കാൻ പറ്റാഞ്ഞതിന്റെ കാര്യം എന്തെന്നറിയാമോ? ചെറുതിലെ കണ്ട ഒരു വിഷന, ഒരു സ്വപ്നം, ഒരു ഇമേജ് അകത്ത് കിട്ടി. ഹല്ലേലൂയ. ഇന്ന് എന്റെ ചോദ്യം ഇതാണ്, ദർശനമില്ലാത്തടത്ത് ജനം വഴി പിഴച്ചു നടക്കും. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിനകത്ത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ഹാർട്ടിനകത്ത് നിങ്ങൾക്കൊരു ചിത്രം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ദൈവത്താൽ ഉള്ള ഒരു പദ്ധതി നിങ്ങളുടെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ സഭ വരുന്ന ആഴ്ചകളിലൊക്കെ ഉപവസിക്കുമ്പോൾ തീരുമാനം എടുക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവിനോട് പറ, കർത്താവേ, എന്റെ ഭാവിയെക്കുറിച്ച്, തലമുറകളെ കുറിച്ചുള്ള ഒരു വിഷൻ എനിക്ക് വേണം, എനിക്കൊരു ഇമേജ് വേണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഡയറിയിൽ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കി എഴുതി വെച്ചിട്ട് പറ, ഇത് സംഭവിക്കും. വാ തുറന്ന് പറ. ഹല്ലേലൂയ. ഇപ്പം നീ കണ്ടുകൊണ്ടിരിക്കുന്നതും ഷേപ്പ്ലെസ് ആയിട്ട്, യൂസ്ലെസ് ആയിട്ടുള്ള, രൂപരഹിതവും ഭംഗിയില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ നീ പറ, സൂര്യൻ ഉണ്ടാകട്ടെ, ചന്ദ്രൻ ഉണ്ടാകട്ടെ, അതുണ്ടാകട്ടെ, സമുദ്രജീവികൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നമ്മൾ ആരാ? സ്വർഗത്തിലെ അപ്പന്റെ മക്കളാ. സെയിം DNA നമ്മുടെ അകത്തുള്ളേ. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞാലും സംഭവിക്കുമെന്ന യേശു പഠിപ്പിച്ചേ. ഹല്ലേലൂയ. ഈ മലയോട് മാറാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ വായ്ക്കകത്ത് ജീവനും അധികാരവും ഉണ്ട്. മരണവും ജീവനും നമ്മുടെ നാവിനകത്തുണ്ട്. ആദ്യം ഹൃദയത്തിനകത്ത് നീ കണ്ടിട്ട് വാ തുറന്ന് നീ പറഞ്ഞാൽ, ഹല്ലേലൂയ, ആകാര ഭംഗിയില്ലാത്ത, രൂപഭംഗിയില്ലാത്ത, ഷേപ്പ്ലെസ് ആയിട്ട് കിടക്കുന്നതിനെ ദൈവം ഷേപ്പ് ഉള്ളതാക്കി മാറ്റും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ആത്മമണ്ഡലങ്ങളുടെ അകത്തൊരു ഭയങ്കര പ്രകാശം തരുന്നു. ഹൃദയ ദൃഷ്ടികളെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കുന്നു. ചില ഇമേജുകളെ ദൈവാത്മാവ് തരുന്നു. സെക്കൻഡ്സ് നിൽക്കുന്ന ഇമേജുകൾ ദൈവത്തിന്റെ ആത്മാവ് ചിലരുടെ മേൽ കൈമാറുന്നു. രാത്രിയിൽ നിന്ന് സ്വപ്നത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇമേജുകളെ കൈമാറും. ഹല്ലേലൂയ. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രിമാർ പ്രവചിക്കുന്ന, നിങ്ങൾ ദർശനങ്ങളെ കാണും, നിങ്ങൾ സ്വപ്നങ്ങൾ കാണുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, അങ്ങനെ ഇമേജുകൾ തന്ന് സംസാരിക്കുന്ന ഒരു മീഡിയം ദൈവത്തിനുണ്ടെങ്കിൽ, ദൈവത്തിന്റെ രീതി അതാണെങ്കിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ആദിമ സഭയോട് അങ്ങനെയൊക്കെ സംസാരിച്ചെങ്കിൽ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ഉള്ളങ്ങളിലേക്ക് ദൈവത്തിന്റെ ചില ഇമേജുകൾ ഹാർട്ടിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് കൈമാറിയിട്ട്, ഹല്ലേലൂയ, നിന്റെ ഇപ്പോഴുള്ള സാഹചര്യങ്ങളുടെ അകത്തുനിന്ന് പുറത്തു വരാൻ പറ്റുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് നിന്റെ വായുകൾ തുറന്ന് കൽപ്പിച്ച് പുറത്തു വരത്തക്ക നിലയിൽ ദൈവാത്മാവ് ചിലരെ ഇപ്പോൾ അസാധാരണമായ രീതിയിൽ ശക്തീകരിക്കുന്നു. ജൂരമാന പ്രബൽക്കമനരക ശംദുരാജന പ്രഭസുയാഞ്ജനി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം നമ്മുടെ മീറ്റിംഗിന്റെ സമയം കഴിയാറായി. പക്ഷെ ഒരു 2-3 മിനിറ്റും കൂടെ ഞാൻ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാനിത് പറയാൻ കാര്യം, ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആരൊക്കെയോ ജീവിതത്തിന് ചില മേഖലകളെ നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ കർത്താവ് പറയും, നിങ്ങളുടെ ഹാർട്ടിന്റെ അകത്തോട്ട് ചില ഇമേജുകളെ കർത്താവ് തരും. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ കർത്താവ് ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു. എന്തൊക്കെയോ ചെറിയ കയ്പോ ക്ഷമിക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കർത്താവ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അതിനെയൊന്നും ഓർത്ത് വിഷമിക്കുകയോ അതിന്റെ കാര്യം ഒന്നും ആർക്കും ഒരു കണ്ടംനേഷൻ പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ മെസ്സേജ് പറഞ്ഞത്. നിങ്ങളുടെ നേരെ ബലൽ ചൂണ്ടാൻ വേണ്ടിയിട്ടല്ല. ഈ വചനം കേട്ടപ്പോൾ തന്നെ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്, വിശുദ്ധീകരണം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. സമർപ്പണത്തോടെ പറ, കർത്താവേ, ഹല്ലേലൂയ, എനിക്ക് മുമ്പോട്ട് പോകുവാനുള്ള ഒരു ചിത്രം എനിക്ക് വേണം എന്നൊന്ന് പറഞ്ഞു തുടങ്ങിക്കോ. പരിശുദ്ധാത്മാവ് അത് കൈമാറുക തന്നെ ചെയ്യും.
എനിക്ക് 5 വർഷം മക്കളില്ലാതിരുന്ന ഒരു മകളെ തന്നു. അവൾക്ക് 4 വയസ്സായപ്പോൾ കർത്താവിന്റെ ദാസന് അറിയാം, പാരലൈസ് ആയിപ്പോയി. ആ സമയത്തൊക്കെ എന്നെ പ്രാർത്ഥിക്കുകയും മെന്റലി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് പ്രിയ പാസ്റ്റർ. 4 വയസ്സുള്ളപ്പം പാരലൈസ് ആയി പോയ എന്റെ മകള് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ഇവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ എല്ലാം കൈവിട്ട് വീട്ടിൽ വന്ന് കിടക്കുകയാണ്. ഈ സമയത്ത് പ്രായം ചെന്നൊരു ടി എ തോമസ് എന്ന് പറഞ്ഞൊരു അപ്പച്ചൻ പ്രാർത്ഥിക്കാൻ എന്റെ വീട്ടിൽ വന്നു. ആ അപ്പച്ചൻ എന്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 22ാമത്തെ വയസ്സിൽ അവൾ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ നിന്ന് മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത് ഞാൻ കാണുന്നെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ അത് പറയുകയും എന്റെ അകത്തോട്ടൊരു ചിത്രം വന്നങ്ങ് കയറി. ഒരു ഡോക്ടർമാർ സ്റ്റിറോയിഡ് കൊടുത്തുകൊണ്ടിരുന്ന മരുന്നുകൾ ഞാൻ പതുക്കെ സ്റ്റോപ്പ് ചെയ്തു, എല്ലാം സ്റ്റോപ്പ് ചെയ്തു. കാരണം എന്റെ അകത്ത് ചിത്രം കയറി. അടുത്ത 2 മാസം കഴിയുമ്പോൾ സ്കൂൾ തുറക്കുക. എന്റെ മകൾക്ക് ഒരു ചുവട് പോലും നടക്കാൻ പറ്റത്തില്ല, കയ്യിലിരുന്ന് ഇങ്ങനെ വിറയ്ക്കും, വെള്ളം കുടിക്കാൻ പറ്റില്ല, തല ഇങ്ങനെ വെട്ടി 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 ഇരിക്കുക. സെറിബെല്ലൈറ്റ് ഇൻഫെക്ഷൻ എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ ഫൈനലി അവർ പറഞ്ഞു 10,000-1 കുഞ്ഞുങ്ങൾക്ക് വരുന്നൊരു പ്രശ്നമാണ്, സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ട്രിവാൻഡ്രത്തെ ഏറ്റവും നല്ല സ്കൂളിൽ, ക്രൈസ്റ്റ് നഗർ പബ്ലിക് സ്കൂളിൽ പോയി 45,000 രൂപ കൊടുത്ത് ഞാൻ അഡ്മിഷൻ എടുത്തു. എന്റെ കുഞ്ഞ് എഴുന്നേറ്റിട്ടില്ല, പക്ഷെ എന്റെ അകത്തൊരു ചിത്രം കിട്ടി. ആ ചിത്രം കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ എന്തോ ചെയ്തെന്നറിയാമോ? ചിത്രം അവൾ 22ാമത്തെ വയസ്സിൽ ശുശ്രൂഷിക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. ആ ചിത്രം കിട്ടിയപ്പോൾ ഞാൻ പോയി അഡ്മിഷന്റെ ഫീസ് എടുത്തു, അഡ്മിഷൻ എടുത്തു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് അവളെ പെടലിൽ പിടിച്ചിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ പെടലി ഉറയ്ക്കട്ടെ. നടുവിന് പിടിച്ചിട്ട് പറഞ്ഞു, നടു ഉറയ്ക്കട്ടെ. ഇങ്ങനെ പറയാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം ഒന്നും സംഭവിക്കുന്നില്ല, 2ാമത്തെ ദിവസം ഒന്നും സംഭവിക്കുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞ് അവൾ പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. സ്കൂൾ തുറക്കാറായപ്പോൾ അവൾ നടന്ന് സ്കൂളിൽ പോയി. ഇന്ന് അവൾക്ക് 13 വയസ്സുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ മൈസൂരിൽ നിന്ന് ഇവിടെ വന്നു. ഇവിടുത്തെ കൊല്ലം ഉപജില്ലാ മത്സരത്തിനകത്ത് കന്നഡ പോയത്തിന് കഴിഞ്ഞ ഇപ്രാവശ്യം അവൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി, അവൾ ജയിച്ചു. ഹല്ലേലൂയ. എല്ലാത്തിനും അവൾ ടോപ്പായി. ദൈവം അവളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ താല്പര്യം, ദൈവം ഒരു ചിത്രം തന്നാൽ നിന്റെ മുമ്പിൽ പിശാച് കൊണ്ടിട്ട പരാജയങ്ങൾ അവസാനിക്കും. എന്നും ആശുപത്രി കയറി ഇറങ്ങാൻ ഇടയാവത്തില്ല, എന്നും കോടതി കയറി ഇറങ്ങാൻ ഇടയാവത്തില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിശാചിന്റെ പദ്ധതികളെ പൊളിക്കുന്ന ചില ചിത്രങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് കൈമാറുന്നു. നീ വാ തുറന്ന് പറ, കർത്താവ് പറഞ്ഞതേ നടക്കത്തുള്ളൂ. കർത്താവ് പറഞ്ഞതേ സംഭവിക്കത്തുള്ളൂ. അതിന് വിരോധമായി എന്റെ കുടുംബത്തിന്റെ മേൽ, എന്റെ തലമുറയുടെ മേൽ, എന്റെ ശുശ്രൂഷയുടെ മേൽ, എന്റെ ആത്മീക ജീവിതത്തിന്റെ മേൽ പിശാചിട്ട പദ്ധതികൾ അത് കേൾക്കത്തില്ല, അത് ഫലിക്കത്തില്ല. അവൻ ഏത് പ്ലാൻ ഉണ്ടാക്കിയാലും അത് പൊളിഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആത്മാവിൽ അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഈ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ചില ദൈവിക ഇടപെടലുകളെ ഇതിനകത്ത് കൈമാറും. റാൽമനാഥ് മോരി ശഗംധന പ്രബാൽ കമദാര ഹസ്തുജാന പ്രബന്ധുനെ ലീബ്ര ശദാർത്ത സിഖേനെ മാനാഥുരാലമ ശംധുന രഹസ്യാന്ധര ഓരഗമന പ്രബൽ ഖമന രഗടക സ്യാന്ധന രഗൽ ഖമന ഷാദന പ്രബർധൂരിയാന്ധേരിയ റീഖാമാന ഷാരാമ. ഇത് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദയങ്ങളുടെ അകത്ത് ദൈവാത്മാവ് ചിലത് കൈമാറുന്നു. നടക്കത്തില്ല, സംഭവിക്കത്തില്ല, തീർന്നെന്ന് ലോകം മുഴുവൻ പറയട്ടെ. പക്ഷെ അത്ഭുതത്തിന് ഒരു കാരണം വേണ്ട. പുരുഷനെ കൂടാതെ ഒരു സ്ത്രീ പ്രസവിച്ചു. ആ കുഞ്ഞ് 33 തിരുവയസ്സിൽ മരിച്ചു. എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റു. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, ഒരു റീസണും വേണ്ട. ഹല്ലേലൂയ. ഒരു കാരണവും വേണ്ട, ആരും സഹായിക്കാൻ വേണ്ട. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്താൽ സംഭവിക്കുന്നതാ. നിനക്ക് വേണ്ടി ചിലത് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ആരംഭിക്കുന്നു. അത് നിന്റെ ആത്മ കണ്ണുകൊണ്ട് നിനക്ക് കാണാൻ പറ്റും. ഒരു നാവിഗേറ്റർ പോലെ പരിശുദ്ധാത്മാവ് ചിലരെ കണക്ട് ചെയ്ത് ഈ 2025-26 ആദ്യത്തെ 2-3 മാസങ്ങളിലും പരിശുദ്ധാത്മാവ് നിന്നെ ചില ഡിവൈൻ കണക്ഷൻസ് തന്നിട്ട്, ബന്ധങ്ങൾ തന്നിട്ട്, ഹല്ലേലൂയ, ചിലരുമായിട്ട് കണക്ട് ചെയ്ത് മൂവ് ചെയ്യിപ്പിക്കുന്ന ഒരു അസാധാരണമായ അറ്റ്മോസ്ഫിയറിനെ ദൈവാത്മാവ് തുറക്കുന്നു. രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, റോൾബ ശാന്തനമാന പ്രഭസ്മാന റീഖമന ധുനപ്രഭാധനാരഹാസിയ ലേഖേ റിയാധന. നീ ഒരു സെക്കുലർ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് ഡിവൈൻ കണക്ഷനുകളെ ദൈവാത്മാവ് ഉൾപ്പെടുത്തിയിട്ട് നിന്റെ ആത്മമണ്ഡലത്തെയും ആത്മീക ജീവിതത്തെയും നീ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായി ലിഫ്റ്റപ്പ് ചെയ്യുന്ന വലിയ യാത്രകളെ പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്യുന്നു. ചിലർക്ക് വേണ്ടി ദൈവാത്മാവ് അത് ചെയ്യുന്നു. കാണുക, ആത്മാവിൽ കണ്ടു തുടങ്ങുക. ഇത്രയും നാള് നിന്റെ കണ്ണിന് മുമ്പിൽ കണ്ടതെല്ലാം നീ വെച്ച പേപ്പർ മുഴുവൻ ഹല്ലേലൂയ സൈൻ ചെയ്യാതെ എടുത്ത് കളയുന്നതാണെങ്കിൽ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി ചില ദൈവദൂതന്മാർ ഇറങ്ങി ഏറ്റവും അടിയിലിരിക്കുന്ന പേപ്പറിനെ എടുത്ത് മുകളിൽ വെച്ചിട്ട് നിനക്ക് വേണ്ടി ചില സീലുകളെ ദൂതന്മാർ അടിപ്പിക്കുന്ന കാഴ്ച
റാഖാന ഷൂർ തമന പ്രഭാ സിയാന്തന. ഈ രാത്രിയിൽ കണ്ടു തുടങ്ങിക്കോ. ലേഹ സഗദര ഹദുന ജാനപ്രഭന റീഖമന ശംദനാജന. എല്ലാ നെഗറ്റീവ് ഇമാജിനേഷനെ ബ്രേക്ക് ചെയ്യുന്നു. ഹല്ലേലൂയ. റഹാന ആത്മാവിലുള്ള, വചനത്താലുള്ള, ദൈവഹിതത്താലുള്ള നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ചില സ്ട്രോങ് പോസിറ്റീവ് ഇമാജിനേഷൻ ഹൃദയങ്ങളുടെ അകത്ത് ഓപ്പൺ ആകട്ടെ. കയ്പിന്റെ വേരുകളെ പൊട്ടിച്ചു കളയുന്ന റോല ഹാസ്മാന പ്രബാന്ധനാരമ ചില അത്ഭുതങ്ങളെ പ്രസവിക്കുന്ന ഹല്ലേലൂയ ചില ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ രൂപപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കണ്ണുകൾ അടഞ്ഞു ഇരിക്കട്ടെ. അൺസീൻ വേൾഡിനകത്ത് നിന്ന്, ദൈവത്തിന്റെ ലോകത്തിൽ നിന്ന്, ഇൻവിസിബിൾ ആയിട്ടുള്ള ആ വേൾഡിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് ചെറുത് നിന്റെ ഹാർട്ടിനകത്തോട്ട് തരുന്നു. റിസീവ് ചെയ്തു. നീ കൺസീവ് ചെയ്യാൻ പോവാണ്. ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് പോലെ ചില ദൈവപ്രവർത്തികളെ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് ഇടുന്നു. ശാലാബരഹാന്തര പ്രഭാസിയാന്ധനാരക ശാധന. നീ ഈ പ്രയർ കഴിയുമ്പോൾ അതിനെ എഴുതി വെച്ചു. ഒരു നിനക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തെളിവായി വലുതായി നിന്റെ റൂമിനകത്ത് എഴുതി നീ ഒട്ടിക്കണം. ഊഖമന ഹംഷദന. നീ അതിനെ പ്രസവിക്കും. നീ രാവിലെയും വൈകുന്നേരവും വാ തുറന്നിട്ട് പറയണം, അത് സംഭവിക്കും എന്ന് വാ തുറന്ന് പറയുക. കർത്താവ് ചില വാതിലുകളെ തുറക്കുന്നു, ചില അത്ഭുതങ്ങളെ ചെയ്യുന്നു. ദൈവപിതാവേ നന്ദി. ഞങ്ങൾക്ക് ഒരുമിച്ച് അന്ന് ആത്മീക കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹൃദയത്തിൽ സംശയിക്കാതെ വാ കൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞല്ലോ. മാത്രമല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ ലഭിച്ചാൽ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞങ്ങൾ വായിച്ചല്ലോ. ഞങ്ങളുടെ ഹൃദയത്തിൽ ലഭിച്ചതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായി വരുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വൈകുന്നേരം വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ ആത്മാവ് തൊട്ടതിനായിരുന്നു. ഇന്ന് രാത്രിയിൽ സുഖമായി ഉറങ്ങുമ്പോഴും ചില ദൈവിക ഇടപെടലുകളും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പുകളും അനുഭവപ്പാനിടയാകട്ടെ. കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. Amen. Thank you.